ഇന്ത്യയിലെ ഭക്ഷണ രീതികളിൽ പുരുഷ ഹോർമോൺ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായ സംഗതികൾ ഏതൊക്കെയാണെന്ന് ചുരുക്കി പറയാം. അതായത് ഏറ്റവും ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് ഉലുവയാണ്. ഒരു ടേബിൾ സ്പൂൺ ഉലുവ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു രാത്രി മുഴുവൻ അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഇട്ടുവെച്ച് പിറ്റേന്ന് രാവിലെ കഴുകിയെടുത്തതിന് ശേഷം നന്നായി ചവച്ചരച്ച് പതിവായിട്ട് കഴിക്കുന്നത് പുരുഷ ഹോർമോൺ വർദ്ധിപ്പിക്കുന്നതിനും പ്രമേഹം നിയന്ത്രിച്ചു നിർത്തുന്നതിനും സഹായകരമാവുന്നുണ്ട്. ഉലുവയില് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് വിശപ്പിനെ നിയന്ത്രിക്കുന്നതിനും അതുവഴി ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രയോജനപ്പെടുന്നതാണ്. ഉലുവയുടെ ഗുണങ്ങളെ പറ്റി മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, ലാസ്റ്റ് എൻ സ്ക്രീനിലും കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും മഞ്ഞളും എല്ലാം തന്നെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് പുരുഷ ഹോർമോൺ ഉൽപാദനത്തിന് സഹായകരമാകുന്നുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ഉൽപാദനത്തിന് സഹായകരമാകുന്ന ഒരു ഒറ്റമൂലിയാണ് അശ്വഗന്ധ, അമുക്കുരം. ഇത് പാൽക്കഷായമായിട്ട് പതിവായിട്ട് കഴിക്കുന്നത് മെയിൽ ഫെർട്ടിലിറ്റിക്ക് സഹായകരമാകുന്നു. ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാകുന്നു. അമുക്കുരം പാൽക്കഷായം തയ്യാറാക്കുന്നതിനായിട്ട് ഏകദേശം 30 ഗ്രാം മുതൽ 50 ഗ്രാം വരെ അമുക്കുരം നന്നായിട്ട് കഴുകി ചതച്ചെടുത്തിട്ട് ഒരു പരുത്തിശീലയിൽ കിഴികെട്ടി 1 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ചെറുതീയരിച്ച് കത്തിച്ച് കുറുക്കി വറ്റിച്ചെടുക്കണം. ഇങ്ങനെ വറ്റിച്ച് കുറുക്കിയെടുക്കുന്ന പാല് ആ കിഴി പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം അല്പം മധുരവും ചേർത്ത് രാത്രിയിൽ കിടക്കാൻ നേരം പതിവായിട്ട് സേവിക്കുന്നത് പുരുഷ ഹോർമോൺ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ലൈംഗികോത്തേജന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാവുന്നതാണ്. അതുപോലെ തന്നെ ആൽമണ്ട്സ് അല്ലെങ്കിൽ ബദാം പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പുരുഷ ഹോർമോൺ ഉൽപാദനത്തിന് സഹായകരമാവുന്നതാണ്. ആൽമണ്ട് അഥവാ ബദാമില് വൈറ്റമിൻ ഇയും സിങ്കിന്റെ അംശവും അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. മുട്ടകളിലെല്ലാം തന്നെ കോഴിമുട്ടയിലും താറാമുട്ടയിലും കാടമുട്ടയിലും ഇതിലെല്ലാം തന്നെ വൈറ്റമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ഉൽപാദനത്തിന് സഹായകരമാകുന്നതാണ്. തൈര് ധാരാളമായിട്ട് കഴിക്കുന്നത് വൈറ്റമിൻ ഡി കൂടുതലായിട്ട് കിട്ടുന്നതിന് സഹായകരമാവുന്ന ആധുനിക ശാസ്ത്രം പറയുന്നു. അതുപോലെ തന്നെ പുരുഷ ഹോർമോണിന്റെ ഉൽപാദനത്തിനും സഹായകരമാവുന്നതാണ്. മത്സ്യങ്ങളിൽ നിന്ന് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള മത്തി അതുപോലെ ചൂര ഇതെല്ലാം ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് പുരുഷ ഹോർമോൺ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. തൈരും മത്സ്യവും ഒരുമിച്ച് കഴിക്കരുതെന്ന് ആയുർവേദ ശാസ്ത്രം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പല രീതിയിലുള്ള ത്വക്ക് രോഗങ്ങൾ വരുത്തുന്നതിന് ഇടയാക്കുന്നുണ്ട്. അതിനാൽ തൈര് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ചെറുപയറോ മധുരോ ഒക്കെ ചേർത്ത് വേണം കഴിക്കാനായിട്ട്. തൈര് തനിയെ കഴിക്കരുത്. തൈര് കഴിച്ച് ഒരു 6 മണിക്കൂറിന് ശേഷം മാത്രമേ മത്സ്യം കഴിക്കാൻ പാടുള്ളൂ. കടലയില് ചെന എന്ന് തമിഴിലൊക്കെ പറയുന്ന കടലയുണ്ടല്ലോ, ഇത് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തിന് സഹായകരമാവുന്നുണ്ട്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇത് മാംസധാതു വർധനവിനും സഹായകരമാവുമെന്ന് പറയപ്പെടുന്നു. ഇത് കറി വെച്ച് കഴിക്കാൻ ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ ചവച്ചരച്ച് കഴിക്കുന്നതും നന്നായിരിക്കും. കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ഇവിടെയുള്ളവർക്ക് ഏറ്റവും ഉചിതം എണ്ണയുടെ ഉപയോഗത്തിനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഹോർമോൺ ഉൽപാദനത്തിന് സഹായകരമാവുന്നതുമാണ്. അതുപോലെ തന്നെ എള്ള്, കടും പച്ചണത്തിലുള്ള ചീര ഇനങ്ങള്, മത്തൻ വിത്ത്, പംകിൻ സീഡ്സ് ഇതെല്ലാം പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് പുരുഷ ഹോർമോൺ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. അതുപോലെ തന്നെ എള്ളിന്റെ ഉപയോഗം വർദ്ധിക്കുന്നത് എള്ളുണ്ട വാങ്ങി കഴിക്കാം. ഇനി അതല്ലെങ്കിൽ എള്ള് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ചവച്ചരച്ച് കഴിക്കാം. ഈ രീതിയിൽ ഭക്ഷിക്കുമ്പോൾ നട്ട്സ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞ പംകിൻ സീഡ്സ് ആയാലും ആൽമണ്ട് ആയാലും കാഷ്യൂ ആയാലും ഉലുവ ആയാലും ബദാം ആയാലും ഇതെല്ലാം തന്നെ ഒരു രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ ചവച്ചരച്ചിറക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഈ രീതിയിൽ ഭക്ഷിക്കുന്നത് നന്നായിട്ട് ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിനും പൂർണ്ണ ഫലം ലഭിക്കുന്നതിനും സഹായകരമാവുന്നതാണ്. പ്രായം നിയന്ത്രിച്ചു നിർത്തുന്നതിനും പുരുഷ ഹോർമോൺ വർദ്ധിപ്പിക്കുന്നതിനും ചർമ്മ സംരക്ഷണത്തിനും സഹായകരമായ ഹെൽത്തി നട്ട്സിനെ പറ്റി നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.